വീഡിയോ ഷെയർ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടാണ്. കാരണം എൻ്റെ സിസ്റ്ററും ഫാമിലിയും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം അവർ കണ്ടു. ഇനി അവർ ടേസ്റ്റ് ചെയ്യാനും പോവുകയാണ്. എന്നിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം, നമുക്ക് കേൾക്കാം. ആക്ച്വലി ഇന്ന് ഞങ്ങൾ മോൾജി ആൻറ്റിയുടെ വീട്ടിലാണ്. മോൾജി ആൻറ്റിയുടെ സിസ്റ്ററാണിത്, സിസ്റ്ററിൻ്റെ മരുമോളാണ്. ഞങ്ങളിവിടെ ആക്ച്വലി ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. ഡെയിലി ഞങ്ങൾ കുക്കിംഗ് ഒക്കെ യൂട്യൂബിൽ കാണാറുണ്ട്. പക്ഷേങ്കിൽ യൂട്യൂബിൽ കണ്ട വീഡിയോസൊക്കെ ഞങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും വീഡിയോസൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പോൾ മോൾജി ആൻറ്റി ജസ്റ്റ് ഞങ്ങൾ ഓൾറെഡി വീടിൻ്റെ ഫ്രണ്ടിലായപ്പോൾ തന്നെ നല്ല കുക്കിങ്ങിൻ്റെ ഒരു മണം വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് പ്രിപ്പറേഷൻ. അപ്പോൾ അവർ പറഞ്ഞു, മോൾജി ആൻറ്റി പറഞ്ഞു ഓൾറെഡി പാൽക്കപ്പ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ വരുന്നത് പോലും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഞങ്ങൾ ആക്ച്വലി കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ തമ്മിലൊരു വീഡിയോ ഇടാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ഇത് ആക്ച്വലി കാണുന്നവർ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതെല്ലാം പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത് ഇന്ന് മോൾജി ആൻറ്റി. അപ്പോൾ ഇന്ന് ഇത് ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്തിട്ട് ആക്ച്വൽ ഒരു ഫീഡ്ബാക്ക് ഇപ്പോൾ പറയുന്നതാണ്. ഇത് മോൾജി ആൻറ്റിയുടെ സിസ്റ്ററാണ്, അതായത് എൻ്റെ മദറാണ്. അപ്പം ഞാൻ മമ്മിക്ക് തന്നെ ആദ്യം ഇച്ചിരി ഒരു പോർഷൻ എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആക്ച്വൽ റിയൽ ടേസ്റ്റ് എന്താണെന്ന് പറയും. അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ മമ്മി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ കമൻറ്റ് പറയുന്നതായിരിക്കും. അതുകൊണ്ട് ആൻറ്റി ആയതുകൊണ്ട് പറയാമെന്ന് ആരും വിചാരിച്ച് അങ്ങനെ കുക്കിംഗ് ഇത് തന്നെ ട്രൈ ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല. പക്ഷേങ്കിൽ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് പറഞ്ഞ് അതിൻ്റെ കമൻറ്റ് പറയുന്നതായിരിക്കും. ഞാൻ സ്പൂൺ ഉപയോഗിക്കത്തില്ല, കൈകൊണ്ടാണ് കഴിക്കുന്നത്. നാടൻ പാൽ കപ്പയാണ്. നമ്മുടെ പശു പാലിൽ യൂസ് ചെയ്യുന്ന കപ്പ കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇത് മോൾജി ആൻറ്റി നമ്മുടെ തേങ്ങാപ്പാലിൽ, ഫ്രഷ് തേങ്ങാപ്പാലിൽ പിഴിഞ്ഞ് നല്ല നാടൻ മൺചട്ടിയിൽ വേവിച്ച മീൻകറിയാണ്. അപ്പോൾ അതിൻ്റെ റിയൽ ടേസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല മണം വരുന്നുണ്ട് വായിൽ വെക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നല്ല പുളിയിട്ട മീൻകറി വിത്ത് കപ്പ. ഈവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും കപ്പയും മീൻകറിയും കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് റിയലായിട്ട് അവർ ശരിക്കും കഴിക്കാൻ പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. സൂപ്പർ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നാട്ടിൽ വെക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ പശുമ്പാലിൽ വേവിച്ച കപ്പ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ വന്ന് കയറിയ ടൈമിൽ മോൾജി ആൻറ്റി പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നില്ല അത്ര ടൈം എടുക്കും. ഇത് ജസ്റ്റ് ആ കപ്പ വേവിക്കുന്ന ആ ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല സൂപ്പർ മീൻകറി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്. വളരെ രുചികരമായ ഈ കപ്പ വിഭവം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 2 കിലോഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസാക്കി നന്നായി കഴുകിയിട്ട് മാറ്റി വെക്കണം. അടുത്തതായിട്ട് ഇത് വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഉപയോഗിക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഇത് വേകുന്ന സമയം ഒരു അരപ്പ് തയ്യാറാക്കണം. മിക്സിയുടെ ജാറിൽ 4-5 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി അല്ലി, എരിവിന് ആവശ്യമായ പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ ചിരകിയതിട്ട് തേങ്ങാപ്പാലും കൂടെ റെഡിയാക്കി വെക്കണം. ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനിയും കപ്പ വെന്തോ എന്ന് നോക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഉടയുന്നതാണ് പരുവം. വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പ വലിയൊരു പാനിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക് കൂട്ടിടുക. കൂടെ തേങ്ങാപ്പാലും ആവശ്യത്തിന് ഉപ്പും ഇടുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓണാക്കുക. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് അടച്ചു വെച്ച് ഈ കപ്പയുടെ കൂട്ട് വേവിക്കുക. കപ്പ പാലിൽ കിടന്ന് വേകണം, അതാണ് ടേസ്റ്റ്. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അവരവരുടെ താല്പര്യം അനുസരിച്ച് കപ്പ കൂടുതലായിട്ടോ കുറച്ചായിട്ടോ ഉടച്ചെടുക്കാം. അതുപോലെ പാൽക്കപ്പയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ടൈറ്റായിട്ടോ ലൂസായിട്ടോ എടുക്കാം. ഒത്തിരി ടൈറ്റ് ആകാതിരിക്കുന്നതായിരിക്കും നല്ലത്.
ഇനി ഇതിലേക്കൊരു വറവ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. ചെറിയ ഉള്ളിയും അരിഞ്ഞത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ തേങ്ങാപ്പീര ഇടുന്നുണ്ട്. അത് ഞാൻ എടുത്തിരിക്കുന്നത് പാല് പിഴിഞ്ഞ് മാറ്റിയ തേങ്ങാപ്പീരയിൽ നിന്നാണ്. അത് ഇടണമെന്ന് നിർബന്ധമില്ല, എന്നാൽ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളി റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഒരു വറ്റൽ മുളകോ അല്ലെങ്കിൽ ലേശം ചില്ലി ഫ്ലേക്സോ ഇടുക. കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് റോസ്റ്റ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഇനി ഈ വറവ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. ഇവിടെ നല്ല രുചികരവും മണവുമുള്ള പാൽക്കപ്പ തയ്യാറായി. 2 കിലോ കപ്പ കൊണ്ട് 7 പേർക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഈ വിഭവം തയ്യാറാക്കാം. ഇത് മീൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ഉണക്കമീൻ കാന്താരിയും ഉള്ളിയിട്ട് ചതച്ചതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനിത് വളരെ നല്ലതാണ്. ഈ ടേസ്റ്റിയായ കപ്പ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഈ കപ്പ വളരെ രുചികരമാണ്. ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയ അടിപൊളി വിഭവം. മനസ്സും നിറയും, വയറും നിറയും.